ഹലോ ഗായ്സ്, നമ്മുടെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വിഷുവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതേ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തൊടുപുഴയ്ക്ക് പോവുകയാണേ. ഞാനും ഏട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. കടയിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്ന് കണി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കണി വെക്കാമെന്ന്. അങ്ങനെ കണിയൊക്കെ വെച്ച് വെളുപ്പിന് കണിയൊക്കെ കണ്ടു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് വിഷുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണിയൊക്കെ കണ്ടു. ഞാൻ ഫസ്റ്റ് കണ്ടു. ഏട്ടൻ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വച്ചേക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണേ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഓരോന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ മോൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേനും ഞാനും കുഞ്ഞിപ്പെണ്ണും ഏട്ടനും കൂടി എൻ്റെ വീട്ടിലോട്ട് വന്നു കേട്ടോ, കാഞ്ഞിരമറ്റത്തിന്. അവിടെയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് സദ്യ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ബാക്കിൽ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വൈകിട്ടായപ്പോഴത്തേനും അമ്മ വീട്ടിലോട്ട് വന്നു കേട്ടോ. അമ്മ വീട്ടിലാണ് രാത്രിയിലത്തെ ഫുഡ്. അപ്പോൾ അമ്മായിയും അച്ചച്ചനൊക്കെ അവിടെ ഇരിപ്പുണ്ടേ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും പൂത്തിരിയും കമ്പിത്തിരിയും പടക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിഷു ആഘോഷിച്ചു കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മയുടെ അനിയത്തിയും മക്കളും ഹസ്ബൻഡും ഞങ്ങളും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് നമ്മൾ വിഷു ആഘോഷിച്ചു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇതൊക്കെയാണ് കേട്ടോ. കുറച്ചായിട്ടാണ് എടുത്തതെല്ലാം. അവൾ വലിയ കാര്യമായിട്ട് സഹകരിച്ച രീതിയിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവളെ കിടത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബായ്.